അതായത് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതല്ല. ഓപ്പൺ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു തീരുമാനം കൊണ്ട് പേഴ്സണലി ആരും ഹേർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവണമെന്ന് വിചാരിച്ചിട്ടൊന്നും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളല്ല. ചില കടുത്ത തീരുമാനങ്ങൾ തന്നെ വേണമെങ്കിൽ പറയാം. അതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ഇങ്ങനെ ഒരു കാര്യം വന്നപ്പോൾ ഭയങ്കര രീതിയിൽ ഈ തീരുമാനം ഞങ്ങളതാണ്. കാരണം ഈ തുടങ്ങിയ പാടെ തന്നെ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വരുമെന്ന് ഞങ്ങൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. അതായത് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതല്ല. നമ്മൾ കുറച്ചുകൂടി പ്ലാനൊക്കെ ചെയ്തിട്ട് കണ്ടന്റും കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ഒന്ന് സെറ്റായിട്ട് ഒന്നിരിക്കാന്ന് വെച്ചായിരുന്നു. പക്ഷേ അതിന്റെ ഇടയിലാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇത് ചെയ്യേണ്ട സാഹചര്യത്തിന്റെ സമ്മർദ്ദം തന്നെ വേണമെങ്കിൽ പറയാം അല്ലേ. കാരണം ഈ തുടങ്ങിയ പാടെ തന്നെ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വരുമെന്ന് ഞങ്ങൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. ചില കടുത്ത തീരുമാനങ്ങൾ തന്നെ വേണമെങ്കിൽ പറയാം. കാരണം അത് ആരും പേഴ്സണലി നമ്മൾ പേഴ്സണലി ആരും ഹേർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവണമെന്നോ വിചാരിച്ചിട്ടൊന്നും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളല്ല. നമ്മളിപ്പോ ഇങ്ങനെ പരിപാടി തുടങ്ങിയത് തന്നെ നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു കുറച്ച് സന്തോഷം കുറച്ച് പേരിലേക്ക് എത്തിക്കാൻ പേര് പോലെ തന്നെ ഹാപ്പിനെസ് തുടരുന്നുള്ള രീതിയിൽ അങ്ങനെ മുന്നോട്ട് പോകാനുള്ള രീതിയിലാണ്. പക്ഷേ ഈ ഓപ്പൺ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു തീരുമാനം കൊണ്ട് ഞങ്ങൾ എടുക്കാൻ പോകുന്ന ഈ ഒരു തീരുമാനം കൊണ്ട് ഇനി ആരെ കാര്യം നോക്കുന്നില്ല. നമ്മളെ കാര്യം നമ്മളെന്താണോ തീരുമാനിച്ചത് അതിൽ തന്നെ പോകും. ഇപ്പം നമുക്ക് തന്നെ അറിയാം, നമ്മളെ വീഡിയോസ് കാര്യങ്ങൾ ചോദിച്ചിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട്. ഇപ്പം ഞങ്ങളിപ്പം ഈ ഒരു തീരുമാനത്തിന്റെ ഗ്യാപ്പിലായതുകൊണ്ട് കൊണ്ട് കുറച്ച് വീഡിയോസ് കാര്യങ്ങളൊന്ന് ഡിലേ ആയി. ഒരുപാട് പ്ലാൻ ചെയ്ത് ഒരുപാട് വീഡിയോസുകൾ ഇഷ്ടം പോലെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് തരാനും കാര്യങ്ങളായിട്ട്. പക്ഷെ അതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ഇങ്ങനെ ഒരു കാര്യം വന്നപ്പോൾ ഭയങ്കര രീതിയിൽ മാനസികമായിട്ട് ഇതും കൂടി പറയണം. അതായത് ഇനിയിപ്പോൾ ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തന്നെ നമ്മളത് കെയർ ചെയ്യുന്നില്ല. കാരണം ഈ തീരുമാനം ഞങ്ങളതാണ്. ഈ തീരുമാനം ഞങ്ങളെടുക്കും. കാരണം ഇത് ഞങ്ങൾക്ക് വേണ്ട സാധനം. അതിനെക്കൊണ്ട് ഞങ്ങളൊരു തീരുമാനം എടുക്കുകയാണ്. നാളെ മുതലാണെന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ടേക്ക് ഈ ഒരു ടൈമിൽ ഞങ്ങളെ കിട്ടൂല. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ മുതൽ ഞങ്ങൾ ജിമ്മിൽ പോകാൻ തുടങ്ങാൻ. അതെ ഗൈസ്, ഞങ്ങൾ ശരീരം നന്നാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം നാട്ടിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് 1.5 മാസത്തിനിടയിൽ മസിൽ അങ്ങോട്ട് കുറഞ്ഞു പോയി. പിന്നെ ആവശ്യമുള്ള സ്ഥലങ്ങളിലൊഴികെ ബാക്കി എല്ലാ സ്ഥലത്തും മസിലുള്ളത് കൊണ്ട് സ്ഥലത്ത് നിനക്ക് ഇവന്റെ കയ്യിലുള്ള മസിലൊക്കെ ഉരുണ്ട് വയറിലേക്കാണ്. അപ്പൊ അതൊക്കെ ഒന്ന് കറക്റ്റ് സ്ഥലത്തേക്ക് എത്തിക്കുക. അപ്പൊ ഈ തീരുമാനം കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാത്രം മനസ്സിൽ വെക്കുക, ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. ഞങ്ങള് ഫോട്ടോ ഇട്ട് പ്രതികാരം ചെയ്യും. അതെ മാസ്റ്റർ ജിമ്മിൽ നിന്ന് പുറത്താക്കി ഇനി വരണ്ടെന്നാ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വേറെ ജിമ്മിൽ പോവുകയാണ്. വേറെ നല്ല ഒന്നുമല്ല, നമുക്കിപ്പം നമ്മളെ പഴയ ജിമ്മിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഭയങ്കര കൺജസ്റ്റഡ് ആണ്, ഭയങ്കര റഷ് ആണ് കാര്യങ്ങൾ. അപ്പൊ നമുക്ക് ഒന്നും കൂടി നല്ല അടിപൊളി വീഡിയോസ് ഒരുപാട് നല്ല വീഡിയോസുകൾ ഉണ്ട് കേട്ടോ. കാരണം വരാവുന്ന ഫാം ഹൗസിന്റെ ഒക്കെ നിങ്ങൾക്ക് കാണാം. അപ്പൊ ഒരുപാട് ബൾക്കായിട്ട് സാധനം കിടക്കുന്നുണ്ട്. അപ്പൊ കുറച്ച് കാര്യങ്ങൾ പിന്നെ ഒന്നാമത് ഓർഡറിൽ പോട്ടെ ഭംഗി ഉണ്ടാവുള്ളൂ. പിന്നെ അതിന്റെ ഇടയിൽ റൂം ഷിഫ്റ്റ് കാര്യങ്ങളായിട്ട് അങ്ങനെ കുറച്ച് 2-3 ദിവസം അതിന്റെ തിരക്കിലായിരുന്നു. ഓക്കെ, അങ്ങനെ ഫൈനലി എല്ലാം കഴിഞ്ഞ് ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി. വീണ്ടും ഇങ്ങോട്ട് അതായിരിക്കും നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി. ഇങ്ങോട്ടേക്ക് വന്നതിന്റെ ലക്ഷ്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ദുബായിൽ ഞാൻ വന്നതിന് ശേഷം ഇവന ആദ്യം ഉണ്ട്. ഞാൻ വന്നതിന് ശേഷം വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഇങ്ങനെ ഇറങ്ങി നടന്ന് അല്ലെങ്കിൽ പുറമേന്ന് കുറെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു പ്ലേസിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. നാച്ചുറൽ വർക്കൗട്ട്. അപ്പൊ ആ ഒരു ഏരിയയും കാര്യങ്ങളും കുറെ നല്ല ആംബിയൻസിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്യുന്നതിന്റെ സുഖം ഒന്ന് വേറെ തന്നെ. ഈ വഴിയാണ് ഞങ്ങൾ നടന്ന് ഞങ്ങളെ ആ ഒരു സ്ഥലത്തേക്ക് പോലെ. ഗോൾഡ് സൂക്ക് ന്യൂ എക്സ്റ്റൻഷൻ എന്ന് പറയും. അതിന്റെ ഇടയിലൂടെ ആയിട്ടാണ് നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ആദ്യം നടന്ന് വാമപ്പ്, അതാണ് വാമപ്പ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ നമുക്ക് 2 സ്ഥലമുണ്ട് മെയിൻ ആയിട്ട്. ഇതിപ്പോ ഒരു സ്ഥലം ഞങ്ങൾ പോകുന്നത്, പിന്നെ അതല്ലാതെ വേറെ സ്ഥലമുണ്ട്. രണ്ട് ആംബിയൻസ് ആണ്. ഓരോ ആംബിയൻസ് ഇതെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി എന്താ പറയാ ക്രൗഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. പക്ഷെ നമ്മുടെ വർക്കൗട്ട് ചെയ്യുന്ന സ്ഥലം കുറച്ചുകൂടി കാമാണ്. അങ്ങോട്ടേക്ക് അവിടെ അങ്ങനെ അധികം വേറെ ആളുകൾ അങ്ങനെ കാണാറില്ല. വളരെ റെയർ ആയിട്ട് ആരെങ്കിലും ഒക്കെ ജോഗിങ് ഓട്ടോമാറ്റിക്കലി ഞാൻ അവർക്ക് കാണിച്ചു കൊടുക്കുക നമ്മളെ സ്ഥലം. ഇതാണ് നമ്മൾ പറഞ്ഞ നമ്മളെ ഇൻഫിനിറ്റി ബ്രിഡ്ജ്. ഈ ഇൻഫിനിറ്റി ബ്രിഡ്ജിന്റെ മുകളിൽ പോയിട്ടാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. ഇതാരാ ഡേ ചിമ്പു അബിയ തന്റെ കമ്പനിക്കാരൻ കിങ്ങിണിപ്പൂച്ചാണ് അത്. കിങ്ങിണിപ്പൂച്ച മൊത്തം പൂച്ചകളാണ്. ആറ്റിറ്റ്യൂഡ് പൂച്ചസാറിനെ കൊണ്ട് ആ പൂച്ചനെ കണ്ടു കഴിഞ്ഞാൽ നമ്മളെന്താണ് ഓറഞ്ച് ഗേറ്റ് ഇല്ലേ? ഓറഞ്ച് ഗേറ്റിനെ അറിയില്ല, മറ്റേ മറ്റേ മുതലേനൊക്കെ കൊണ്ടുപോയിട്ട് ക്ഷണിച്ചിട്ട് കള്ളം നായിന്റെ താറാവിനെ കൊണ്ടുപോയിട്ട് കാലൊടിഞ്ഞ താറാവിനെ കൊണ്ടുപോയി രോഗം മാറ്റി വെട്ടി ഫ്രൈ ആക്കി കറി വെച്ചവനാണ് അവൻ. ലിഫ്റ്റ് കയറുകയാണോ അല്ലെങ്കിൽ സ്റ്റെപ്പ് പണ്ടത്തെ മാതിരി കയറി ഇറങ്ങി? നമ്മുടെ എക്യുപ്മെന്റ്, നമ്മുടെ മെയിൻ എക്യുപ്മെന്റ് അത്. ഇന്ന് മുതൽ ഞാൻ പറഞ്ഞല്ലോ, കടുത്ത തീരുമാനമാണ്, അതിൽ മാറ്റൊന്നുമില്ല. യെസ്, കടുത്ത തീരുമാനം.
കടുത്ത തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ഈ സ്റ്റെപ്പ് ഉണ്ടോ, ഈ സ്റ്റെപ്പ് നമ്മൾ ഇൻഫിനിറ്റി ബ്രിഡ്ജിന് ഇങ്ങോട്ട് ഓൾറെഡി ലിഫ്റ്റ് ഉണ്ട്, അതാ കണ്ടോ പോകുന്നുണ്ടോ ലിഫ്റ്റ്. പക്ഷെ ലിഫ്റ്റ് നമുക്ക് ലിഫ്റ്റ് വേണ്ട, നമ്മൾ എങ്ങനെ ഈ സ്റ്റെപ്പ് കയറലെന്ന് കൂടി പറയും. ഓക്കെ, അത് നമ്മളൊരു സ്പെഷ്യൽ എന്ത് കാർഡിയോ സെറ്റപ്പ് ആണത്. കാർഡിയോ നമുക്കത് അവിടെ എത്തിയിട്ട് കാണിച്ചു കൊടുക്കാം. ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് അല്ല, ഞാൻ ഷൂട്ട് ചെയ്യുന്നതിനെ കൊണ്ട് ഞാൻ വേണ്ടല്ലോ, അത് രണ്ടാളും മാറി മാറി ഷൂട്ട് ചെയ്യും, ക്യാമറ ഷേക്ക് ആവും, മാറി മാറി ഷൂട്ട് ചെയ്യാ. അല്ല, നീ ഇട്ട ടീഷർട്ട് ഏതാന്നും കൂടിയേ ഈ ചിന്തിക്കണോ. ദുബായ് റൺ. ഒന്ന് ശ്വാസം വിട്ടേ, ഒന്ന് ശ്വാസം വിട്ടേ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ആദ്യത്തെ കടമ്പ എന്ന് പറയുന്നത്, കാർഡിയോ വർക്കൗട്ട്. അപ്പൊ ഇവിടുന്ന് ഇതിന്റെ മുകളിലെത്തണം. അത് ചുമ്മാ അങ്ങനെ ഒരു നോർമൽ കയറലോ ഇറങ്ങലോ അല്ല. അപ്പം എങ്ങനെയാ ചെയ്ത് കാണിക്കാൻ വേണ്ടി ഘോഷിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ക്യാമറ തിരിയട്ടെ. അല്ല, എത്ര റൗണ്ട് എങ്ങനെ? ഇവിടുന്ന് ഇങ്ങനെ കേറുക, താഴോട്ട് ഇറങ്ങുക, പിന്നെ കേറുക, നേരെ അടുത്ത സ്റ്റെപ്പിലേക്ക്. ഓക്കെ, ഒറ്റ ഓക്കെ. സ്പീഡ് പോരാ എന്റെ ഇതൊക്കെ ഉണ്ട്. ഒരു മിനിറ്റ്, ഈ സാധനങ്ങളൊക്കെ അവിടെ വെക്കട്ടെ. അപ്പൊ ഇത് ഇവിടുന്ന് ഇങ്ങനെ നേരെ കേറുക, വെയിറ്റ് ഇറങ്ങുക, വീണ്ടും നേരെ കേറുക, അതേപോലെ മുകളിലേക്ക് പോവാം. അങ്ങനെ ഇവിടെ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 5-6 ടേണിങ്ങുകൾ ഉണ്ട് ഇതേപോലെ. ആ സ്റ്റെപ്പ് മുഴുവൻ നമ്മൾ ഇങ്ങനെ കേറുന്നു, ഇറങ്ങുന്നു. ഇത് പണ്ട് കാണിച്ച ടെക്നിക്കാ. ക്ഷീണം മാറാതിരിക്കാൻ ലേസ് ലൂസാക്കി ലേസ് കെട്ടല്, പവർ ബാങ്ക് ഇങ്ങനെ എന്താ ഇതന്നെ. വാ, സ്റ്റാർട്ട്. 1 2 3 അമ്മു, ഞാൻ പോയി പോലെ ഇതൊക്കെ എടുത്ത് പവർ ബാങ്ക് എടുത്ത് സേഫ് ആകട്ടെ. ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മള് ഇതിൽ സ്റ്റോപ്പോ അല്ല, എനിക്ക് എന്റെ ബോഡി സെറ്റ് ആക്കണ്ട, മസിലൊക്കെ ഉണ്ട്. എന്നോട് എന്റെ മാസ്റ്റർ പറഞ്ഞ എന്താണെന്നറിയോ, ഈ ജിമ്മിൽ ഇനി വരണ്ട, ഞാൻ ഓൾറെഡി ഓക്കെ ആണ്, അബീനെ സെറ്റ് ആക്കണം. കാരണം മസില് ഇവിടെയുള്ള മസിലൊക്കെ ഇവനെടുത്ത് വെക്കാനുള്ള വെയിറ്റ് മസിലൊക്കെ ഉരുകി ഒന്നില്ല, എന്നെ കണ്ടിട്ട് നോക്കിയതാ. ഇവിടെ ഒരുപാട് പേരുണ്ടെന്ന് തോന്നുന്നു നമ്മളെ പോലെ തന്നെ ഇത് ചെയ്യാൻ കാര്യങ്ങളൊക്കെ ആയിട്ട്. എന്താണ് എന്താ വെച്ചേ പോരുന്നോ എന്റെ കൂടെ എന്ന് ചോദിച്ചതാ. ഞാൻ പറഞ്ഞു ഓക്കെ. അബി ഇവന്റെ ഇവിടെയുള്ള മസിലൊക്കെ ഉരുണ്ട് ഇവിടെ കേറിയിട്ടുണ്ട്. ഓക്കെ, നമ്മളിനി നാളെ മുതൽ സെറ്റ് ചെയ്യും. നാളെ മുതൽ ഓട്. ഇതിപ്പോ എന്റെ കീശയിൽ ഇതുണ്ട്, പേഴ്സ്. കാരണം ഇവന്റെ എൻഗേജ്മെന്റിന് മുന്നേ അലിൻ ജോസ് പെരേരനെ മാറി ഉണ്ട് വന്നതാ. ഓക്കെ, ഓടിക്കോ. ഫുള്ളാണ് ഇത് മാത്രമല്ലേ? അത് മാത്രമല്ല, അതിന്റെ മുകളിൽ കേറ്. ഓക്കെ, എന്റെ കൂടെ വരിക. ഇനി അടുത്ത ലാപ്പ്. അങ്ങനെ ഇത് മൊത്തം ഞാൻ ഫൈനലി നടന്ന് ഓടി കേറിയിരിക്കുകയാണ്. ഈ സ്റ്റെപ്പൊക്കെ കണക്ക് ഞാൻ തന്നതാ, എന്താണ് ഫ്രീ ആയിട്ട്. നല്ല ലിഫ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷെ ലിഫ്റ്റിൽ വന്നു കഴിഞ്ഞാൽ വർക്കൗട്ട് നടക്കില്ല. ഇത്രയും നല്ലൊരു ലിഫ്റ്റ് ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ യൂസ് ചെയ്തില്ല. കാരണം നമുക്ക് കലോറി കുറയണം. എടാ വേഗം വാടേ. നോക്കിയോക്കോ, അവന്റെ വയറ് നോക്ക്. കറക്റ്റ് തൊട്ടടുത്ത് അലിൻ ജോസ് പെരേര. എടാ അബിയെ മറ്റേ സ്റ്റെപ്പ് ഒന്ന് കാണിക്കുവോ? അലിൻ ജോസ് പെരേരനെ മറ്റേ കാലിന് പോയിട്ട് ഇവൻ പബ്ബ് പോയിട്ട് ഇവന്റെ ഡാൻസ് അത് കണ്ടില്ലായിരുന്നു. എന്താണ് അത് ഞാൻ കാണിച്ചുതരാം. പബ്ബിലെ ഡാൻസ് ഏതാണെന്ന്. എന്താണ് നമ്മളെ റോമിയോ സിനിമയില് കൊച്ചിനീഫല്ലേ മറ്റേ പാട്ടിട്ടിട്ട് ഇതായിരുന്നു അവന്റെ ഡാൻസ്. ഞാൻ നോക്കുന്ന ടൈമിൽ ഒറ്റയ്ക്ക് പോയിരുന്നിട്ടുണ്ട്. ഞങ്ങള് കളിക്കുന്ന അവിടെ നിന്ന് ജസ്റ്റ് മാറിയിട്ട് ഒറ്റയ്ക്കുണ്ട്. ഒരുപാട് പേരിങ്ങനെ വളരെ കുറച്ച് നമ്മുടെ എടാ ഈ ഞാൻ എന്താ സംസാരിച്ചോണ്ടിരുന്ന ഈ കൺസ്ട്രക്ഷനെ പറ്റിട്ടാ. എടാ എന്താണ് ഈ പൈപ്പിന്റെ വീതി ഒന്ന് കാണിച്ചു കൊടുക്കുക. സ്പൈഡർമാൻ വല വിട്ട പോലെ. അത്രയും തടിയില്ല. അതിന് ഇങ്ങനെ ചിരിച്ച പൊക്കി കണ്ടില്ലേ, ഇങ്ങനെ പൊക്കി കാണിച്ചേ. എങ്ങനെയല്ലോ ഒരു കൂട്ടി കെട്ടിയേ. അത് സമ്മതിക്കന്നെ വേണോ? വലിയൊരു വല, സ്പൈഡർമാൻ വല വിട്ട പോലെ. ഇത് ആർട്ടിഫിഷ്യൽ അല്ല അബിയ ഈ കനാല്? അല്ലല്ല,
ഇത് ആർട്ടിഫിഷ്യൽ അല്ലേ? ഏയ് ആർട്ടിഫിഷ്യലാ. ആ ഉണ്ടാക്കിയതല്ലേ ഈ കനാല്? അങ്ങനെയാവാൻ വഴിയില്ല. പിന്നെ അത് എന്നോട് ആരോ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് കറക്റ്റ് അറിയില്ല. ഞാൻ ഇതിനെപ്പറ്റി ഒന്ന് റിസർച്ച് ചെയ്യട്ടെ. പക്ഷെ എൻ്റെ അടുത്ത് ആരോ പറഞ്ഞത് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയ കനാലാണ് എന്ന്. 3 വർഷമായിട്ട് ഞാൻ അറിഞ്ഞല്ലോ. അതിന് ഞാൻ വന്നതിന് ശേഷം ഈ പുറലോകത്തേക്ക് ഇറങ്ങി. ഞാൻ ദുബായ് വന്നതിന് ശേഷം എന്നോട് ഒരുപാട് ആൾക്കാർ പറഞ്ഞ കാര്യം, അവരറിയാത്ത ഒരുപാട് വഴികളിലൂടെയോ ഒരുപാട് സ്ഥലങ്ങളിലൂടെയും ഞാൻ സഞ്ചരിച്ചു എന്നത്. കാരണം എനിക്കൊരു സ്ഥലത്ത് അടങ്ങിയിരിക്കാൻ. ഏത്? അല്ല, ഞാൻ ഒറ്റയ്ക്കാണ് സഞ്ചരിച്ചിരുന്നത്. ഞാൻ ഒറ്റയ്ക്ക്, എനിക്കിങ്ങനെ അടങ്ങിയിരിക്കുന്ന സ്വഭാവം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ വഴികളിലൂടെ ഒറ്റയ്ക്ക് സഞ്ചരിക്കാൻ പറ്റിയ വഴികളാണ്. അതെ, അതാണ് നമ്മുടെ ഇൻഫിനിറ്റി ബ്രിഡ്ജ്. ഭയങ്കര. കാരണം ഈ ഇൻഫിനിറ്റി ബ്രിഡ്ജിന്റെ ഇവിടെ അല്ല, ഇതാ ഇവിടെ അല്ല വാ ഞാൻ കാണിച്ചുതരാം. എവിടെ? മെല്ലെ പോടാ. ഇതാ ഇവിടെ ഒരു കഥ പറയാനുണ്ട്. എന്താണ് കഥ? എന്നാ അവിടെ നിന്നിട്ട് തന്നെ അതിന്റെ കഥ പറ. അല്ല, ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ദുബായിൽ വന്നതിന് ശേഷം എനിക്ക് കുറച്ച് ബാഡ് സിറ്റുവേഷൻ ഉണ്ടായ ഒരു സാഹചര്യത്തിൽ ഞാൻ ഒരുപാട് ഡിസിഷൻസ് വന്ന് ഇവിടുന്ന് എടുത്തിട്ടുണ്ട്. പക്ഷെ ആ ഡിസിഷൻസ് ഒക്കെ തെറ്റായിരുന്നു എന്ന് പിന്നീട് എനിക്ക് എൻ്റെ ജീവിതം പഠിപ്പിച്ചു തന്നു. പക്ഷെ ഇവിടെ ചിന്തിക്കാൻ പറ്റിയ സ്ഥലമാണത്. ചിന്തിക്കാൻ നമ്മളെ മൈൻഡൊക്കെ ഒരുപാട് ഓക്കെ ആക്കി തന്നതായിട്ടുള്ള ഇവിടെയൊക്കെ വന്ന് ഇഷ്ടംമാതിരി ഇരുന്നിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഓടുമ്പോ റെസ്റ്റ് എടുക്കാനുള്ള സ്ഥലങ്ങളുണ്ട് കേട്ടോ. റെസ്റ്റ് എടുക്കാനുള്ളതല്ല, ഇത് മറ്റേ ഫ്ലാഗ് കുത്തിയേക്കൂലേ, അതിന്റെയാണ്. ശരിയാ, ഫ്ലാഗാണ്. റെസ്റ്റ് എടുക്കാനുള്ള സ്ഥലമല്ല. അതെ, ഈ അനാവശ്യമായുള്ള പ്രൊമോഷൻ കൊടുക്കുന്നു. ഞാനാണ് റെസ്റ്റ് എടുക്കേണ്ടത്. ഇത് കണ്ട, ഈ ഓട്ടം കണ്ടില്ലേ, ഇതിൽ ഫ്ലാഗ് കുത്തിയേക്കാനുള്ള. പക്ഷെ ആൾക്കാരും വന്നിരിക്കും, ഞാനും വന്നിരിക്കും. കൊടിയില്ലാത്തപ്പോ വന്നിരിക്കാം, തെറ്റില്ല. എന്താണ്? കൊടിയില്ലാത്തപ്പോ വന്നിരിക്കാം. ഇതിപ്പോ ഏകദേശം എത്ര, ഒരു 100 മീറ്റർ ഉണ്ടാവുള്ളൂ അല്ലേ? ആണോ? 100-200 മീറ്റർ ഉണ്ടാവും. എനിക്കറിയില്ല, ഞാൻ കണക്കിൽ വീക്കാണ് ഗൈസ്. ഇത് തന്നെ ഡെയിലി ഓടിയാലും നമ്മൾ ജിമ്മിൽ കൊടുക്കുന്ന കാശ് ലാഭിക്കാം. ഇത് ഓടി ഇറങ്ങൂലേ? നമുക്ക് ഒരു വെറൈറ്റിക്ക് വേണ്ടിട്ട് നമ്മൾ ലിഫ്റ്റ് വഴി ഇറങ്ങി കലോറി കുറയ്ക്കുകയാണ്. ഞങ്ങൾ ആദ്യം വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അബീന്റെ എൻഗേജ്മെന്റിന് മുന്നേ. 2 ദിവസം വരും, 3-ാം ദിവസം 4-ാം ദിവസം അവന് വരൂല. ലാസ്റ്റ് ഞാൻ എന്താക്കി, മാനസികമായി ഇതാ ലിഫ്റ്റ് ഇവിടെ തളർത്തി, മാനസികമായിട്ട് അവനെ നമ്മൾ തളർത്തി. അവനോട് ഞാൻ പറഞ്ഞു, എടാ കോട്ടൊക്കെ ഇട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അലിൻ ജോസ് പെരേരനെ മാറി ഉണ്ടായിരുന്നു. അതിൽ മാനസികമായി അവൻ തളർന്നു. പക്ഷെ നല്ല മാറ്റമുണ്ട്. ഈ ഡ്രസ് ഇടുമ്പോ നല്ല മാറ്റമുണ്ട്. ഈ ഡ്രസ് ഇടുമ്പോ ഞാൻ ശ്വാസം വിട്ടിട്ടൊന്നും പറയാം. ശ്വാസം വിട്ടിട്ടാ ഒന്നുമില്ല. ഈ ഡ്രസ് ഇടുമ്പോ തന്നെ അല്ല, ഈ ഡ്രസ് എന്തിനാ തന്നത്? ഇത് നമ്മളെ ദുബായ് റണ്ണിന്റെ കേട്ടോ. ദുബായ് റണ്ണിന് 2024 ദുബായ് നവംബറിലായിരുന്നു ദുബായ് റണ്ണ്. എല്ലാ വർഷം ഉണ്ടാവും. ഈ വർഷമായിരുന്നു ഗ്രീൻ ഡ്രസ്. ഈ വർഷം ഗ്രീൻ, കഴിഞ്ഞ വർഷം ഓറഞ്ച്. ഓരോ വർഷം ജേഴ്സിക്ക് ഓരോരോ ഡിഫറെന്റ് കളേഴ്സ് ആയിരിക്കും. അയ്യോ, നമ്മളിവിടെ ഉള്ള ചെടികളൊക്കെ പോയടാ. ചൂടത്ത് എപ്പോഴും ഇവിടെ ഉണ്ടാവുമല്ലോ. ഇതൊക്കെയാണ് ലൈഫ്. വിസ എടുക്കണ്ട, നാട്ടിൽ പോണ്ട, പിന്നാമ്പറം കാണിക്കുന്നു. വീഡിയോ എടുക്കാൻ വേണ്ടി സെൻസർഷിപ്പ്, സെൻസർ കിട്ടോ. അപ്പൊ നമ്മളിതാ അവിടെ നിന്ന് നടന്ന് ഇവിടെ എത്തി. എടാ, നമ്മൾ കനാലിന്റെ അങ്ങോട്ട് പോയേക്കാം. അത് കുറച്ചും കൂടി ഒരു എൻഗേജിങ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇവിടേക്ക് വന്ന് ആ ഒരു ഭാഗം നടന്നു വന്ന ഭാഗം നമ്മുടെ ഈ ഗോൾഡ് സൂക്ക് എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. ആ ഒരു പാലം കടന്ന് ഇവിടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് മിലിറ്ററി ഏരിയസ് എന്തോ ഏരിയ ആണ്. ക്യാമറ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ അവിടെ പോയിട്ട് ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. ഫോട്ടോസ് എടുക്കാൻ തോന്നുന്നു. ഏത് ക്യാമറയിലോ? ക്യാമറ അല്ല, മൊബൈലിൽ തന്നെ. അതായത് അവര് ബോർഡ് വെച്ചില്ലേ, ആ ബോർഡ് വെച്ച് അവിടെ CCTV ക്യാമറ ഉണ്ട്. അതിന്റെ അടിയിൽ പോയിട്ട് ഇവിടെ എന്തോ എഴുതി വെച്ചിട്ടുണ്ട്. നോക്കൂ, ഇവിടെ എന്തോ എഴുതി വെച്ചിട്ടുണ്ട്. നോ ഫിഷിംഗ്, നോ ലിറ്ററിംഗ്, ഡേഞ്ചർ നോ ഗോ ഏരിയ, നോ ഫിഷിംഗ്, ലീഗൽ ആക്ഷൻ വിൽ ബി ടേക്കൺ. എന്നാ തിരിച്ചടക്കാം. വെറുതെ എന്തിനാ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്? അതെ, ആർക്ക്? ദുബായ് പോലീസ് സാലറി കിട്ടിയല്ലേ ഉള്ളൂ. അത് വെറുതെ ഫൈൻ പോലെ ഇവിടെ കൊണ്ട് കൊടുക്കേണ്ടി വരും. ഫൈൻ കൊടുക്കണ്ട, നിങ്ങൾ വെച്ചോളാ, അങ്ങോട്ട് പിടിച്ചോളാ. എന്താ ബാക്കിയുള്ള വെച്ചാൽ തിരിച്ചു തരാ, അങ്ങ് പറയാ. ഓക്കെ ഈശ്വര, എന്താ പറയാ. എടാ, എന്ത് അടിപൊളി. ഞാൻ ഇവിടുത്തെ എന്തെങ്കിലും ഫൂട്ടേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നമുക്ക് അങ്ങോട്ടേ നടക്കാം. ആ ഫോട്ടോസ് എന്തെങ്കിലും ഉണ്ടാവും? ഓ ഉണ്ട്, സ്റ്റാറ്റസിൽ തന്നെ ഉണ്ടാവും. നമ്മളെന്താണ് മെറ്റോന്റെ പോഡ്കാസ്റ്റ് ഇതൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിട്ട് വന്ന ടൈമില്, ഇതിപ്പോ ഈ വ്ളോഗ് കാണുന്ന ടൈമില് ഷൈജും
ജോമോനും വൈഷ്ണവിയും ഇത് കാണുകയാണെന്നുണ്ടെങ്കിൽ തലയെ കൈ വെക്കും. കാരണം ഞങ്ങൾ 4 പേരും കൂടിയാണ് ഇവിടെ വരല്. ഇവിടെ ചുറ്റും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ചുറ്റും 2 സൈഡിലും ഇതാണ്, നടുവിൽ മാത്രം വഴി. നല്ല അടിപൊളിയായി വരും. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളൊരു വൈബ് ആയിരുന്നു. അതിന്റെ പുറകിൽ എന്തോ ഒരു ഇനി ഇതുണ്ട്, കൺസ്ട്രക്ഷൻ്റെ എന്താ ഭാഗമായിട്ട് കട്ട് ചെയ്താണോ? കാരണം ദുബായിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര എന്താണ്, ഞാൻ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പണ്ട് കല്യാണം കഴിക്കണം എന്നുള്ളത് വരുന്ന ടൈമിൽ ചെക്കന്മാർ ഒരു വർഷം ദുബായി പോകും, അവർ തിരിച്ചു വരും. എന്താടാ നീ അങ്ങനെ അല്ല, അങ്ങനെ ആരും ഉദ്ദേശിച്ചില്ല. നമുക്ക് അങ്ങോട്ട് പോവാം. അവിടേക്ക് വിളിച്ചില്ല. അപ്പോൾ ലേസ് കിട്ടിത്തരുമോ? ഉണ്ട വരുന്നത് കാണാൻ പറ്റില്ല. എന്നോട് അടിമ നോക്കടാ, ഇങ്കപ്പാറടാ ബണ്ണി അയ്യാ ലോറി ആയിരുന്നു ഗൈസ്. സിനിമയിലൊക്കെ കണ്ട മാതിരിയല്ല. ഞാൻ എന്തിനു പറഞ്ഞു, എൻ്റെ അമ്മ പറഞ്ഞു എന്താണ് ഇതേമാതിരി ചെക്കന്മാർ ഒരു വർഷം പോവും. അപ്പോൾ ഞാനും പറയും വെറുതെ ഒന്ന് പുറത്ത് പോയി വന്നു കഴിഞ്ഞാൽ അവൻ ദുബായിൽ പോയി വന്നാണ് ഇനി പെണ്ണെട്ടിക്ക് അവന് ജോലി ഉണ്ടാവും. ചിലരേ പോലെയൊന്നും അല്ല. പക്ഷേ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം എനിക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ദുബായിൽ ഒരു വർഷം നിൽക്കണ്ട, ഒരു 6 മാസം വന്ന് നിൽക്കുക. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദുബായിൽ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ജീവിതം പഠിക്കാൻ പറ്റും. എന്താണ് നമുക്ക് നമ്മളെ ഉള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ പറ്റും. എല്ലാവരുടെ കാര്യം നോക്കിയിട്ടേ ജീവിക്കുള്ളൂ എന്ന് പറ്റും. നമ്മളെ എന്താണ് ദൈനംദിന ജീവിതത്തിൽ കുറച്ച് അച്ചടക്കം വരും. സത്യമല്ല, എല്ലാ കാര്യം വളരെ ശരിയാണ്, അച്ചടക്കം വരും. കാരണം നമുക്കത് ചെയ്തേ പറ്റുള്ളൂ. വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്താണ് നാട്ടിൽ പോയ ടൈമില് അമ്മ പറഞ്ഞു ഇപ്പൊ സ്വന്തമായിട്ടെല്ലാം ഇതാക്കി വെക്കാനും അലക്കാനും ഇതിനൊക്കെ ഒക്കെ പഠിച്ചല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാല് എല്ലാം ഇവിടെ ഊരിയിടും ഇതാക്കുന്ന ഉള്ള അതിലാണ്. പക്ഷെ വെച്ചാൽ കുറെ ഇത് മാറും, കുറച്ചുകൂടി ഓർഗനൈസ്ഡ് ആവും നമ്മള് മൊത്തത്തില്. അത് ഒരു വളരെ നല്ല മാറ്റമാണ്. അതെ, പ്രത്യേകിച്ച് ഞാനങ്ങനെ പുറത്തൊന്നും അങ്ങനെ മാറി പഠിക്കാനോ ഞാനും പുറമെ മാറി നിന്നിട്ടൊന്നുമില്ല. പക്ഷെ വീട്ടിൽ ഉണ്ടാവില്ല ഒന്നാമത്. കാരണം മൊത്തത്തിൽ ഷൂട്ട് പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഉടനെ പെട്ടേന്ന് പറഞ്ഞിട്ട് പരിപാടികളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയല്ലേ. അതിന്റെ ഒരു അതൊരു വേറെ വൈബ് തന്നെയായിരുന്നു. കാരണം എന്നെ ഒരു സ്ഥലത്ത് എന്താണ് അടങ്ങിയിരിക്കാൻ സമ്മതിക്കാത്ത ഒരു റീസൺ റീസൺ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ പറന്ന് നടക്കുന്ന ആളാണ്. ഷൂട്ട് ഇവിടുന്ന് ഒരു ഷൂട്ട് അങ്ങോട്ടേക്ക്, അവിടെ നിന്ന് ഇങ്ങോട്ടൊരു ഷൂട്ട്. ഭയങ്കര രസമാണ്. ഓരോ പല ആൾക്കാർ, പല ലൊക്കേഷൻ, പല എന്താണ് സിറ്റുവേഷൻ ലൊക്കേഷനിലെ. അപ്പോൾ ഓരോ മൂഡ് ആൾക്കാരിൽ ഇങ്ങനെതായി വന്ന് പെട്ടെന്ന് നമുക്ക് ഒരേ ഒരു സിംഗിൾ ഒരു കൂട്ടിലിട്ട തത്ത. അല്ല മോനെ, വർക്കൗട്ട് കാര്യങ്ങളെന്ന് പറഞ്ഞു വന്നിട്ട് നീ ഇവിടെ എന്ത് മാങ്ങാത്തോലിയെ കാണിക്കുന്നത്? ഇവിടുന്ന് വർക്കൗട്ട് ചെയ്യാന്നാണ് വിചാരിച്ചത്. പക്ഷെ എന്താ വെച്ചാൽ വർക്കൗട്ട് ചെയ്യാനുള്ള ഫുൾ മൂഡ് പോയി, ആംബിയൻസ് പോയി. ജിമ്മിൽ ചേർന്നാൽ ഈ ആംബിയൻസിന്റെ ആവശ്യം നമുക്കില്ല. ഇവരടുത്ത് പറയാന്നുള്ളത് മാത്രമാണ് നമ്മൾ വിചാരിച്ചത്. നമ്മൾ ജിമ്മിൽ പോകുന്നതിന്റെ ഇതിന് മുന്നേ നമ്മൾ എന്തായിരുന്നു ഇവിടെ എങ്ങനെയാണെന്ന് നമുക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ് എന്നെ കൊണ്ട് 2 റൗണ്ട് ഓടിപ്പിച്ചു. അല്ല, അത് പെട്ടെന്ന് നിന്നെ സംബന്ധിച്ചിടത്തോളം നിനക്ക് ഒരുപാട് അസുഖങ്ങളൊക്കെ ഉള്ളതാണ്. പ്രായമായി വരിക, കല്യാണം അത് അപ്പുറമുണ്ട്. അത് നമ്മളെന്തായാലും അതിന്റെ തൊട്ടടുത്ത് എവിടെ നോക്കിയാലും കാണാം. നല്ല മോനെ, അപ്പോ വർക്കൗട്ട് ചെയ്യണ്ടേ? ഇനി വർക്കൗട്ട് ചെയ്യാൻ എനിക്ക് മാനസികമായി എനിക്ക് എന്താണ് അവനോട് പറയാൻ തോന്നുന്നില്ല. കാരണം ഞങ്ങൾ അത്യാവശ്യം ഈ സംസാരിക്കുകയാണെന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നടന്നിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, രീതിയിൽ നടന്നിട്ടുണ്ട്. പക്ഷെ ഞങ്ങളുടെ തീരുമാനം അന്തിമമായിരിക്കും. ജിമ്മില് അതിലിനി വേറെ ഇതും കാര്യങ്ങളൊന്നും മസിലൊക്കെ വരും. ജിമ്മെന്ന് പറയുന്നതും അല്ല, നീ പറ ഇവൻ പ്രോപ്പർ ആയിട്ട് ജിമ്മിൽ പോയില്ല എന്നുണ്ടെങ്കിൽ ഇവന്റെ മുടി വീഡിയോ വെച്ചിട്ട് ട്രോൾ ചെയ്യല്ല. ഈ ചലഞ്ച് വെക്ക്. ഇപ്പൊ എനിക്ക് എത്ര വെയിറ്റ്? എനിക്ക് 73. ഒരു 65ലേക്ക് 3 മാസം കൊണ്ട് അവനാ 3 മാസം 65ലേക്ക്. ഇത് ഞാൻ ജിത്തേക്ക് തരുന്ന വാക്കാണ്. ഇവൻ കെട്ടാൻ പോകുന്ന പെണ്ണ്. ഞാൻ വണ്ടി ഒന്ന് പോയിക്കോട്ടെ. സത്യോ ഞാൻ എന്താണ് 3 മാസം കണ്ടിന്യൂസ് ജിമ്മിൽ വരും. പിന്നെ വർക്കൗട്ട്, ഷുഗർ കട്ട് ചെയ്യും. രാവിലെ എണീച്ച് കഴിഞ്ഞാല് ചൂടുവെള്ളത്തിൽ തേനിട്ടിട്ട് വെറും വയറ്റില് ചില പ്രത്യേക ഒറ്റമൂലികളൊക്കെ ഉണ്ട്. പിന്നെ രാത്രി ഫുഡില്ല, ഓൺലി വെജിറ്റബിൾസ്, സലാഡ് പോലെ ഉണ്ടാക്കിയിട്ട് അതുകൊണ്ടുള്ള പരിപാടികൾ മാത്രമേ ഉള്ളൂ. ഇത് പ്രോപ്പർ ആയിട്ട് ചെയ്താൽ മതി. ഇവന് ഒരുപാട് മാറ്റം ഉണ്ട്. നോക്കിയാ ഇവ ആദ്യം ഇങ്ങനെ അല്ലായിരുന്നു. കാരണം കുറച്ചേരം ശ്വാസം പിടിച്ചോ അല്ല ചത്തോ. ഞാൻ എത്ര നേരം ഹോൾഡ് ചെയ്യുന്ന ഇല്ല. ഇത് മാറും. ഇത് ചലഞ്ച്. ഈ ചലഞ്ച് ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. ജിത്യ, ഇത് നിനക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു. നിങ്ങളുടെ കല്യാണത്തിന് മുന്നേ
അല്ല മുന്നേ അല്ല കല്യാണത്തിന് വരുമ്പോ കല്യാണത്തിന് വരുമ്പോ ഇവനെ ഞാൻ മെലിഞ്ഞുണങ്ങി കസ്റ്റിക്കുടമാരിയാക്കി. കടുത്ത തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് അയ്യോ ഇവന്റെ ലൈഫൊക്കെയാണ് ലൈഫ് ഗൈസ്, ഇതൊക്കെയാണ് ലൈഫ്. വിസ പുതുക്കണ്ട, ജോലിക്ക് പോണ്ട, ലോൺ അടയ്ക്കണ്ട, ഒന്നിനെ പറ്റിയും ചിന്തിക്കണ്ട. വെറും പൂച്ചയല്ല, അൽപൂച്ച. ആ ഏയ് ഏതാ ആറ്റിറ്റ്യൂഡ്. ചെയ്യടാ അത് നമ്മള് നിന്നെ കുറിച്ചാണ്, നിന്നെ തന്നെയാണ്, നിന്നെ മാത്രമല്ല മൂത്രയിച്ച അല്ലല്ല, അങ്ങനെ മറ്റേ CD മുതൽ പറയും പ്രതിഷേധം. കുറച്ചത് കൊറയല്ല, തെറിയാണ്, നല്ല നാടൻ തെറി. അയ്യോ അപ്പൊ രാത്രി സമയത്ത് ഇവിടെ വന്നിരിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു കാമായിട്ടുള്ള രീതി. ഇങ്ങനത്തെ കാം ഏരിയാസ് ഒരുപാട്. പക്ഷെ എനിക്ക് ചെടി പോയാല് ഞാൻ മാനസികമായി വല്ലാണ്ട് ഭയങ്കര വിഷമമുണ്ട്. അടുത്ത തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പൊ അതുമായിട്ട് ഇനി മുമ്പോട്ട് പോകുന്നതായിരിക്കും. അപ്പൊ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ അതിപ്പോ ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ടാവുകയാണെങ്കിലും നമ്മൾ അതിനെ കൺസേൺ ചെയ്യുന്നില്ല, നമുക്കതൊരു കൺസേൺ ആയി വരുന്നില്ല. നമ്മൾ എന്തായാലും ചിന്തിക്കും, അത്രേ. ശിവരേ ഇത്